സർവസ്വവും മുൻപിലണച്ചു കുമ്പിടുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിയേക ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങളുടെ ആദിയും അന്തവും കർത്താവെ അങ്ങാണ്. ഞങ്ങളായിരിക്കുന്നതും ചരിക്കുന്നതും എല്ലാം കർത്താവെ അവിടുത്തെ പരിപാലനയിലാണ്, അവിടുത്തെ കരുണയിലാണ്. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവിടെ എണ്ണിയിരിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അങ്ങ് ക്രമപ്പെടുത്തുന്നു, ഞങ്ങളങ്ങ് വിശുദ്ധീകരിക്കുന്നു. ദൈവമേ, അവിടുത്തെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ, വിശുദ്ധീകരിക്കണമേ. കർത്താവെ, അവിടുത്തെ കരുണയുടെയും മണിക്കൂറിൽ ഞങ്ങളായിരിക്കുന്ന നേരം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പല മേഖലകളിൽ നിന്ന്, പലയിടങ്ങളിൽ നിന്നാണ് ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ഞങ്ങളുടെ ജോലി മേഖലകളിൽ നിന്ന്, ഞങ്ങളുടെ വീട്ടിലായിരുന്നു കൊണ്ട്, ഞങ്ങൾ സഞ്ചരിക്കുന്ന വഴികളിലൊക്കെ ഞങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഈശോയെ, ഞങ്ങളുടെ എല്ലാ വേദനകളെയും സങ്കടങ്ങളെയും അങ്ങയുടെ മുൻപിൽ ഞങ്ങൾ തുറന്നു വയ്ക്കുന്നു. കർത്താവെ, അങ്ങേക്ക് അജ്ഞാതമായിട്ടൊന്നും ഞങ്ങളുടെ ജീവിതത്തിലില്ല. എങ്കിലും പലപ്പോഴും ഞങ്ങളുടെ പല ജീവിത മേഖലകളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നതിൽ ഞങ്ങൾ പരാജയപ്പെട്ടു പോകുന്നു. ഞങ്ങളുടെ സ്വന്തം എന്ന് കരുതി ഞങ്ങളുടെ പല വേദനകളും നൊമ്പരങ്ങളും ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. പക്ഷേ അങ്ങേക്ക് സ്പർശിക്കുവാനായിട്ട്, അങ്ങേക്ക് ഒന്ന് സൗഖ്യപ്പെടുത്തുവാനായിട്ട് ഞങ്ങളെ തന്നെ തുറന്നു വയ്ക്കുന്നില്ലല്ലോ. ആരാധനയുടെ ഈ നിമിഷം കർത്താവെ, ഞങ്ങളെ പൂർണ്ണമായിട്ടും അങ്ങയുടെ സന്നദ്ധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഞങ്ങളുടെ സങ്കടങ്ങൾ ഇതാ അങ്ങയുടെ തിരുമുൻപിൽ. ഞങ്ങളുടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന, ഞങ്ങളെ വിഷമിപ്പിക്കുന്ന, ഞങ്ങളെ ആകുലപ്പെടുത്തുന്ന എല്ലാ ഹൃദയ ഭാരങ്ങളെ ഈശോയെ അങ്ങയുടെ മുൻപിൽ തുറന്നു വയ്ക്കുകയാണ്. കർത്താവെ, അങ്ങ് കരം നീട്ടി ഞങ്ങളെ തൊടണമേ. അങ്ങ് കരം നീട്ടി ഞങ്ങളെ ബലപ്പെടുത്തണമേ. പലപ്പോഴും ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുകയാണ്. എന്തു ചെയ്യണമെന്നറിയില്ല, എന്തായി തീരുമെന്നറിയില്ല. ഞാൻ കരുതുന്നു എൻ്റെ പരമാവധി ഞാൻ പരിശ്രമിച്ചു, എന്നെക്കൊണ്ട് അറിയാവുന്നതൊക്കെ ഞാൻ ചെയ്തു, എന്നിട്ട് എന്തു പറ്റി? ഈശോ പറയുന്നു, നീ നിൻ്റെ ഭാരങ്ങൾ എന്നെ ഏൽപ്പിക്കുന്നില്ല. നിൻ്റെ മാത്രം പരിശ്രമം, നിൻ്റെ മാത്രം തീരുമാനം, നിൻ്റെ മാത്രം എല്ലാ കണക്ക് കൂട്ടലുകളും, അതിനപ്പുറത്തേക്ക് നിൻ്റെ ജീവിതത്തിൽ നീ ആയിരിക്കുന്ന ഓരോ ഇടങ്ങളിലും നിന്നെ തൊടുവാൻ, നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കുവാൻ, നിൻ്റെ തീരുമാനങ്ങളെ, ജീവിത മേഖലകളെ നീ എനിക്ക് തരുന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ സങ്കടങ്ങളും, എല്ലാ വേദനകളും, നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും, എല്ലാ കഷ്ടപ്പാടുകളും, കണ്ണുനീരും കർത്താവിൻ്റെ ദിവ്യകാരുണ്യത്തിലേക്ക് നമുക്ക് സമർപ്പിക്കാം. എന്നോട് കരുണ കാണിക്കുന്ന കർത്താവ്, എൻ്റെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന എൻ്റെ ഈശോ, എന്നെ തൊടുവാനായിട്ട്, എന്നെ സ്നേഹം കൊണ്ട് പൊതിയാനായിട്ട് കാത്തിരിക്കുന്ന എൻ്റെ ഈശോ, ആ കരുണക്കടലിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും മുക്കിയെടുക്കുമ്പോൾ കർത്താവെ, അങ്ങേക്ക് അസാധ്യമായിട്ടൊന്നുമില്ല എന്ന് ഞാൻ ഏറ്റുപറഞ്ഞുകൊണ്ട് അവിടുത്തെ പരിപാലനയിൽ ആശ്രയിക്കുന്നു. നമ്മളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ശിരസ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് ഈശോയിൽ പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പലതരത്തിലുള്ള വേദനകളിലൂടെയും സങ്കടങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ്. ഈ ലോകം തന്നെയും വേദനകളുടെ മുൻപിൽ ഉത്തരമില്ലാതെ വിഷമിക്കുന്ന ഒത്തിരിയേറെ സാഹചര്യങ്ങളുണ്ട്. പലപ്പോഴും ദൈവത്തെ വിശ്വസിക്കുവാനും, ദൈവത്തിൽ വിശ്വസിക്കുവാനും, ദൈവത്തെ അംഗീകരിക്കുവാനും, ദൈവത്തെ സ്നേഹിക്കുവാനും ലോകത്തിൻ്റെ മുൻപിൽ തന്നെ സമർത്ഥിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളുമാണ്. എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ സഹനങ്ങളുണ്ടാകുന്നു? എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളുണ്ടാകുന്നു? എന്തുകൊണ്ട് ലോകത്തിൽ അനീതിയും അക്രമവും ഉണ്ടാകുന്നു? എന്തുകൊണ്ട് ലോകത്തിൽ അസമത്വങ്ങളുണ്ടാകുന്നു? എന്തുകൊണ്ട് ദൈവം ഇതിനെക്കുറിച്ച് ഒന്നും ചെയ്യുന്നില്ല? എന്തുകൊണ്ട് ദൈവം വേദനകളെ ലോകത്തിൽ അനുവദിക്കുന്നു? പ്രിയമുള്ളവരെ, ലോകവും ലോകത്തിൻ്റെ യുക്തിയും ലോകത്തിൻ്റെ വിചാരങ്ങളും ചിന്തകളും ദൈവത്തെ ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു?
ജോബിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, ഇതുപോലെ തൻ്റെ സഹനങ്ങളുടെ മുൻപിൽ നിസ്സഹായനായി പോയൊരു മനുഷ്യനായിരുന്നു ജോബ്. എന്തു ചെയ്തിട്ടാണ് തനിക്ക് ഈ സഹനങ്ങൾ ഉണ്ടായതെന്ന് ജോബിന് അറിയില്ല. തൻ്റെ കൂട്ടുകാരൊക്കെ വന്ന് തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ താൻ അനീതി പ്രവർത്തിച്ചത് കൊണ്ടാണ്, ജോബിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചകളുണ്ടായതുകൊണ്ടാണ്, പാപം ചെയ്തത് കൊണ്ടാണ് ഇത്ര അനർത്ഥങ്ങളുണ്ടായെന്ന് കൂട്ടുകാർ പറഞ്ഞപ്പോഴും ജോബ് സമ്മതിക്കുന്നില്ല. ദൈവസന്നിധിയിൽ ഞാൻ നീതിയോടെ മാത്രമേ പ്രവർത്തിച്ചിട്ടുള്ളൂ എന്ന് ജോബ് പറയുകയാണ്. അപ്പോഴും ദൈവത്തെ പഴിചാരുകയോ ദൈവത്തിൽ നിന്ന് പിന്തിരിയുകയോ ജോബ് ചെയ്തില്ല. എൻ്റെ ദൈവം എനിക്ക് നന്മകൾ തന്നെങ്കിൽ, എൻ്റെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഞാൻ അതും സ്വീകരിക്കേണ്ടതല്ലേ? ഒത്തിരിയേറെ ആളുകൾ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് നല്ല കാര്യങ്ങൾ സ്വീകരിക്കാൻ സന്തോഷത്തോടെ നിൽക്കും. എന്നാൽ തിക്താനുഭവങ്ങൾ വരുമ്പോൾ, തിരസ്കരണങ്ങൾ വരുമ്പോൾ, ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ അതിനെ സ്വീകരിക്കാൻ തയ്യാറാകാറില്ല. എന്നാൽ ജോബ് എടുത്ത നിലപാട് അങ്ങനെയല്ല. ജോബ് തൻ്റെ ഭാര്യയോട് പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് നന്മ സ്വീകരിച്ച നമ്മൾ ദൈവത്തിൽ നിന്ന് കൈപ്പേറിയ അനുഭവങ്ങൾ, വേദനകൾ, സങ്കടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അതും സ്വീകരിക്കേണ്ടതല്ലേ? ഒന്നും ഞാനായിട്ട് നേടിയെടുത്തതല്ല എന്ന് ജോബിനറിയാം. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ എന്ന് പറയുന്ന ജോബിനെ നമ്മൾ കാണുന്നുണ്ട്. ഈശോയിൽ പ്രിയമുള്ളവരെ, ജോബിൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൽ ജോബ് പറയുന്നൊരു കാര്യം ഇതുണ്ട്. ഇടതുവശത്ത് നിന്ന്, അല്ലെങ്കിൽ 8-ാം തിരുവചനം മുതൽ നമ്മൾ വായിക്കുകയാണ്. ഇതാ ഞാൻ മുന്നോട്ട് പോയാൽ അവിടുന്ന് അവിടെയില്ല, പിറകോട്ട് പോയാൽ അവിടുത്തെ കാണാൻ സാധിക്കില്ല. ഇടതുവശത്ത് ഞാൻ അവിടുത്തെ അന്വേഷിക്കുന്നു, എന്നാൽ എനിക്ക് അവിടുത്തെ കാണാൻ സാധിക്കുന്നില്ല. വലതുവശത്തേക്ക് തിരിഞ്ഞാലും ഞാൻ അവിടുത്തെ കാണുന്നില്ല. എന്നാൽ എൻ്റെ വഴി അവിടുന്ന് അറിയുന്നു. അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രകാശിക്കും. എൻ്റെ പാദങ്ങൾ അവിടുത്തെ കാൽപ്പാടുകളിൽ ഞാൻ ഉറപ്പിച്ചു. ഞാൻ അവിടുത്തെ പാത പിന്തുടർന്നു, ഒരിക്കലും വ്യതിചലിച്ചില്ല. പ്രിയമുള്ളവരെ, തൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ എന്തു ചെയ്യണം, എങ്ങോട്ട് തിരിയണമെന്നറിയാതെ ജോബ് വിഷമിക്കുമ്പോഴും ജോബിൻ്റെ ഉള്ളിലുള്ള ഉറപ്പ്, അഷ്വറൻസ്, പ്രത്യാശ എന്താണ്? അവിടുന്ന് എന്നെ പരീക്ഷിച്ചു കഴിയുമ്പോൾ എൻ്റെ ജീവിതം സ്വർണം പോലെ പ്രകാശിക്കും. പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം തിരുവചനം നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്. തന്നെ സ്നേഹിക്കുന്നവരെ അഗ്നിയിൽ സ്വർണം ശുദ്ധി ചെയ്യുന്നത് പോലെ സഹനത്തിൻ്റെ തീച്ചൂളിയിൽ കർത്താവ് ശോധന ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ വേദനകളും, എല്ലാ സങ്കടങ്ങളും ദൈവത്തിൽ നിന്നല്ല. പത്രോസ്ലീഹ പറയുന്നുണ്ട്, തിന്മ ചെയ്തിട്ട് അതിൻ്റെ വേദന അനുഭവിക്കുന്നവൻ ഞാൻ ദൈവത്തോട് ചേർന്ന് സഹനത്തിൽ പങ്കുചേരുന്നു എന്ന് പറയുന്നതിൽ യാതൊരു കാര്യവുമില്ല. നീ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലങ്ങൾ നീ അർഹിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിനക്കതിൻ്റെ പരിണിത ഫലങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരാം. ഞാൻ ചെയ്യുന്ന തെറ്റിൻ്റെ പരിണിത ഫലങ്ങളെല്ലാം എൻ്റെ സഹനങ്ങളാണെന്ന് നീ പറയരുത്. പിന്നെയോ, നീ നന്മ ചെയ്തിട്ടും നീ ദൈവത്തെ സ്നേഹിച്ചിട്ടും നിൻ്റെ ജീവിതത്തിൽ തിക്തമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നീ തിരിച്ചറിയേണ്ടത്, ഇതാണ് ദൈവത്തെ പ്രതി നീ അനുഭവിക്കുന്ന, നീ കടന്നു പോകുന്ന സഹനത്തിൻ്റെ വേളകൾ. കർത്താവിൻ്റെ സഹനത്തോട് എൻ്റെ സഹനം ചേർത്ത് വയ്ക്കാൻ പറ്റണമെങ്കിൽ ഈശോയെപ്പോലെ നന്മ ചെയ്തും അനുസരണത്തിലും വിശുദ്ധിയിലും അല്ലെങ്കിൽ ദൈവസ്നേഹത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തി ചെയ്യാത്ത തെറ്റിന് വേദനകൾ അനുഭവിക്കുമ്പോൾ, താൻ നീതിപൂർവ്വം ജീവിച്ചിട്ടും ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാകുമ്പോൾ തൻ്റെ സഹനങ്ങളുടെ മാറ്റ് കൂടുന്നുണ്ടെന്ന് ആ വ്യക്തി അറിയണം. എന്നിട്ട് ജോബിൻ്റെ ജീവിതം എന്ന് നമ്മോട് പറയുന്നത്, അവിടുന്ന് എന്നെ പരീക്ഷിച്ച് കഴിയുമ്പോൾ ഞാൻ സ്വർണം പോലെ പ്രശോഭിക്കും. ഈ കാറ്റും കോളും തിരമാലകളും കഴിഞ്ഞു പോകുവോളം ദൈവത്തോട് വിശ്വസ്തയായിരിക്കാൻ എനിക്ക് പറ്റണം. പ്രിയമുള്ളവരെ, മദർ തെരേസ പറഞ്ഞില്ലേ, നമ്മളെല്ലാവരും വിശ്വസ്തനായിരിക്കാൻ വിളിക്കപ്പെട്ടവരാണ്. മരണത്തോളം വിശ്വസ്തനായിരിക്കുക, ജീവൻ്റെ കിരീടം ഞാൻ നിനക്ക് നൽകും എന്ന് വചനം പറയുന്നുണ്ട്. ഇപ്പോൾ സഹനങ്ങൾ വരുമ്പോൾ യാക്കോബ് ശ്ലീഹ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത് എന്താ? സഹനങ്ങൾ നിൻ്റെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നതാണ്. ഒരു സഹനവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോയാൽ എൻ്റെ വിശ്വാസം എത്രമാത്രം ആഴപ്പെട്ടതാണെന്ന് എനിക്ക് പോലും ഉറപ്പുണ്ടാവില്ല. എന്നാൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഞാൻ തിരിച്ചറിയുന്നത്, ആ പ്രലോഭനത്തെ അതിജീവിക്കാൻ തക്ക വിശ്വാസം എനിക്കുണ്ടോ. അവിടെയാണ് ഞാൻ ദൈവത്തിൽ ആഴപ്പെടുന്നത്.
ദൈവം എന്നെ ഉരച്ചു നോക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, സ്വർണം ഉരച്ചു നോക്കുന്നത് പോലെ എൻ്റെ ജീവിതമാകുന്ന കല്ലിന്മേൽ പ്രശ്നങ്ങൾ, സങ്കീർണതകൾ, ബുദ്ധിമുട്ടുകൾ, വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവം എന്നെ ഉരച്ചു നോക്കുവാണ്, എൻ്റെ ഈ കുഞ്ഞ് തനി തങ്കമാണോ എന്നറിയാനായിട്ട്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രശ്നങ്ങളെ നോക്കി ദൈവത്തെ ചോദ്യം ചെയ്യാനല്ല നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. പിന്നെയോ എൻ്റെ പ്രശ്നങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുരിശുകളെ, സങ്കടങ്ങളെ, വേദനകളെ ദൈവം അനുഗ്രഹിക്കുവാനുള്ള വഴികളായിട്ട് എനിക്ക് തന്നതാണ്. എന്നെ വിശുദ്ധീകരിക്കുന്ന മാർഗമായിട്ട് ദൈവം തന്നതാണ്. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ പറയും, നിന്നെ ശല്യപ്പെടുത്തുന്ന, അസഹ്യപ്പെടുത്തുന്ന, നിന്നെ ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു വ്യക്തി നിൻ്റെ ജീവിതത്തിലുണ്ടെങ്കിൽ ആ വ്യക്തി ഒരിക്കലും ഒരു വേസ്റ്റ് അല്ല, ആ വ്യക്തി ഒരിക്കലും ഒരു ശത്രുവല്ല. പിന്നെയോ നിന്നെ ദൈവം വിശുദ്ധീകരിക്കുന്ന മാർഗമാണെന്ന് നീ തിരിച്ചറിയണം. ദാവീദിനെ താൻ ഒളിച്ചോടുന്ന വഴിയിൽ ദാവീദിനെ ശിമെയി ചീത്ത പറഞ്ഞപ്പോൾ ദാവീദ് എന്താ പറഞ്ഞത്? ഇത് ദൈവം എന്നെ വഴക്ക് പറയുന്നതാണെങ്കിൽ ഞാൻ ഈ വഴക്ക് വിനയത്തോടെ കേട്ടുകഴിഞ്ഞാൽ അവിടുന്ന് അതെനിക്ക് അനുഗ്രഹമായിട്ട് മാറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ സഹനങ്ങളെ, എല്ലാവരുടെയും ജീവിതത്തിൽ സഹനങ്ങളുണ്ട്. നമ്മുടെ സഹനങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ നമുക്ക് പറ്റില്ല. ചില സഹനങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിൽ അനുവദിക്കുന്നതായിരിക്കാം. ചിലപ്പോൾ മറ്റുള്ളവരുടെ തെറ്റിൻ്റെ പരിണിതഫലങ്ങൾ ഞാൻ അനുഭവിക്കുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഞാൻ തന്നെ കടന്നുപോയ ജീവിതത്തിൽ എനിക്കുണ്ടായ മിസ്റ്റേക്കുകൾ, പിഴവുകൾ, പരാജയങ്ങൾ, തെറ്റുകളുടെ പരിണിതഫലം ഞാൻ അനുഭവിക്കുന്നതാകാം. പക്ഷേ എൻ്റെ മുൻപിൽ ഒരു ചോയ്സ് ഉണ്ട്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റും. എൻ്റെ സഹനത്തെ ദൈവഹിതമാണെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിന് ഈ സഹനങ്ങളെ അറിയാമെന്നും ഞാൻ കടന്നു പോകുന്ന വേദനകളെ ദൈവത്തിന് മനസ്സിലാക്കാൻ പറ്റുന്നുള്ളൂ എന്നുള്ള ബോധ്യത്തിൽ എൻ്റെ സഹനങ്ങളെ ഈശോയ്ക്ക് കൊടുക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, എനിക്ക് പറ്റുന്നില്ല, ജീവിതത്തിൽ ഭയങ്കരമായ വേദനയിലൂടെ ഞാൻ കടന്നു പോകുക, എങ്കിലും ഞാൻ നിന്നിൽ നിന്ന് ദൂരെ പോകില്ല. കാരണം ഈ സഹനങ്ങൾക്കപ്പുറം നീ എനിക്ക് വേണ്ടി അനുഗ്രഹങ്ങൾ കരുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈ രാത്രിക്കപ്പുറം പ്രഭാതമുണ്ടെന്ന്, ഈ മഴ തോർന്നു കഴിയുമ്പോൾ അതിനപ്പുറം മഴവില്ലുണ്ടെന്ന്, ഈ കാർമേഘത്തിനപ്പുറം സൂര്യൻ ഉദിക്കുമെന്ന് കർത്താവേ എനിക്ക് ബോധ്യമുണ്ട്. തീരുമാനം നമുക്കെടുക്കാം. ഈ സഹനം വരുമ്പോൾ അതിനെ നോക്കി സങ്കടപ്പെട്ടും നിരാശയിലും വിഷാദത്തിലും ഞാൻ എന്നെ തന്നെ നശിപ്പിക്കണമോ? അതല്ലെങ്കിൽ ലോകം ചെയ്യുന്നത് പോലെ സഹനങ്ങളെ വെല്ലുവിളിച്ചും ധിക്കാരത്തോടെയും അഹംഭാവത്തോടെയും ദൈവത്തെ മറന്ന്, ദൈവത്തെ വെല്ലുവിളിച്ച്, ദൈവത്തെ കുറ്റം പറഞ്ഞുകൊണ്ട് ദൈവത്തിൽ നിന്ന് അകന്നു പോകണോ? അതോ ഇതെല്ലാം ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയതാണെങ്കിൽ അതിൻ്റെ നന്മയ്ക്കായിട്ട് അവൻ പരിണമിപ്പിക്കും. ഇന്ന് ഞാൻ കടന്നു പോകുന്ന വേദനകൾ നാളെ എന്നെ വിശുദ്ധീകരിക്കും. ഈ പരീക്ഷകൾ അവസാനിക്കുമ്പോൾ സ്വർണം പോലെ എൻ്റെ ജീവിതം പ്രശോഭിക്കാൻ എൻ്റെ ദൈവം ഇടയാക്കും എന്നുള്ള ഉറപ്പുള്ള ബോധ്യത്തിൽ ദൈവത്തെ ഒന്നുകൂടി അള്ളിപ്പിടിച്ചും ദൈവത്തെ ആശ്രയിച്ചും എനിക്ക് നിൽക്കാം. അപ്പോഴാണ് എൻ്റെ സഹനങ്ങൾ കുരിശിലെ ബലി പോലെ അർത്ഥമുള്ളതായിട്ട് മാറുന്നത്. ഓർക്കണം, സഹനങ്ങളിൽ കർത്താവിനെ ചേർത്ത് വെച്ചാൽ അത് ബലിയാകും. സഹനങ്ങളിൽ കർത്താവിനെ ചേർത്ത് വയ്ക്കുന്നില്ലെങ്കിൽ അത് വെറും വേദനയായിട്ട് മാത്രം നിൽക്കും. ജോബ് പിടിച്ചു നിന്നതുപോലെ ദൈവം ജോബിനോട് പിന്നെ ചോദിക്കുന്നുണ്ട്, എന്നെ ചോദ്യം ചെയ്യാൻ നീ ആരാണ്? കാരണം ദൈവത്തിൻ്റെ ചിന്തകൾ മനുഷ്യരുടെ ചിന്തകൾ പോലെയല്ല, മനുഷ്യർക്ക് ഗ്രഹിക്കാനാകുന്നതിലും അധികമാണ് ദൈവം. ആയതിനാൽ പ്രിയമുള്ളവരെ, ഇപ്പോൾ ഞാൻ കാണുന്ന ജീവിതമല്ല എന്നിൽ നോക്കി ദൈവം കാണുന്നത്. നാളെ എൻ്റെ ജീവിതം ഏത് വഴിക്ക് പോകുമെന്ന്, എൻ്റെ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ദൈവത്തിനറിയാം. ആ ദൈവം എൻ്റെ ജീവിതത്തെ നയിക്കട്ടെ. ഇന്ന് വരുന്ന തിക്താനുഭവങ്ങളും ഞെരുക്കങ്ങളും നാളേക്കുള്ള അനുഗ്രഹത്തിൻ്റെ മുന്നോടിയായിട്ട് കണ്ട് നമുക്ക് സ്വീകരിക്കാം. കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം ഈ നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയ തിരിച്ചോര തുള്ളികളാൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ലോകമാസങ്ങളുള്ള സകല പാപികളെ അങ്ങേ കരുണക്കടലിൽ മുക്കിയെടുത്ത് മാനസാന്തരത്തിലേക്ക് നയിക്കണമേ. കർത്താവെ, പരിശുദ്ധ കത്തോലിക്ക സഭയെ വിശുദ്ധിയിലും ദൈവസ്നേഹത്തിലും നിറച്ച് പരിശുദ്ധമാക്കണമേ. സുവിശേഷ വേലയ്ക്കായി, ദൈവരാജ്യത്തിനായി ഒന്നിച്ച് പ്രവർത്തിക്കുവാൻ സഭയെ ശക്തിപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങളുടെ നാടിനെ ഭരിക്കുന്ന നേതാക്കളെ അങ്ങ് അനുഗ്രഹിക്കണമേ. നാടിൻ്റെ നന്മയ്ക്കും ജനങ്ങളുടെ ഉന്നമനത്തിനു വേണ്ടി പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനത്താൽ നല്ല തീരുമാനങ്ങൾ സത്യസന്ധതയിലും വിശുദ്ധിയിലും നിലനിൽക്കുവാൻ ഞങ്ങളുടെ നേതാക്കളെ അനുഗ്രഹിക്കണമേ. കരുണയുള്ള കർത്താവ്, ഞങ്ങളുടെ കുടുംബങ്ങളിലും കുടുംബ ബന്ധങ്ങളിലും ദൈവസ്നേഹമൊഴുക്കണമേ. കർത്താവിൻ്റെ കൃപയൊഴുക്കണമേ. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവിൻ്റെ കരുണ നിറയട്ടെ. മുട്ടിന്മേലായിരുന്നു കൊണ്ട്
കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം നമുക്ക് ഈ നിമിഷം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ